ഇപ്പോൾ നമുക്ക് കാണാം, ഈ കാണുന്നത് ശ്രീനഗറിലെ ലാൽ ചൗക്കിലെ സൺഡേ മാർക്കറ്റാണ്. സൺഡേ മാർക്കറ്റിൽ ഇവിടെയൊക്കെ ഈ സമയത്ത് വലിയ ജനത്തിരക്ക് അനുഭവപ്പെടേണ്ടതാണ്. ആളുകൾക്ക് 1 ലക്ഷവും 1.5 ലക്ഷം രൂപയുടെയൊക്കെ കച്ചവടം നടക്കേണ്ടതാണ്. കശ്മീരി ഷോളുകൾ വിൽക്കുന്ന ആളുകളുണ്ട്, ചെറിയ ചെറിയ ഉടുപ്പുകൾ വിൽക്കുന്ന ആളുകളുണ്ട്, ഈ തണുപ്പത്തിടാനുള്ള പ്രത്യേക ജാക്കറ്റുകൾ വിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വിവിധ ഇനം സാധനങ്ങൾ, കശ്മീരിൻ്റെ തനത്, ഇതൊക്കെ വീട്ടിൽ നിർമ്മിക്കുന്ന കശ്മീരി ഷോളുകളാണ്. അത് സ്ത്രീകൾക്ക് ഒരു വരുമാനമാണ്. ആ നിലയിൽ വലിയ ഉപജീവനം, ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തിയിരുന്ന ആളുകൾ വലിയ ദുരിതത്തിലാണ് എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല. ആ വേദനിക്കുന്ന കാഴ്ചയാണ് ഇവിടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കശ്മീരിലാകെ കാണുന്നത്. ഓക്കെ, അതിൽ പറഞ്ഞതുപോലെ അവിടെയുള്ള ഈ കച്ചവടം ചെയ്യുന്ന മനുഷ്യരെല്ലാവരും ശാപവാക്കുകളും അവർ മുടിഞ്ഞു പോകും എന്നാണ് പറയുന്നത്. കാരണം അങ്ങോട്ട് ആക്രമണം നടത്തിയതുകൊണ്ട് കഴിഞ്ഞ 10 ദിവസമായിട്ട് അവിടെ വലിയ കച്ചവടമില്ല. ഒരു ടൂറിസ്റ്റ് സീസണാണ് കടന്നു പോകുന്നത്. ഒരു ദിവസം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ ജീവിതം കഴിയേണ്ടത്. ഈ കാശ്മീരി ഷോളുകൾ വിറ്റാണ് അവിടെയുള്ള സ്ത്രീകളടക്കം വരുമാനം ഉണ്ടാക്കിയിരുന്നത്. അവിടെയുള്ള ചെറുപ്പക്കാർ ടൂറിസ്റ്റുകളെ ഗൈഡ് ചെയ്താണ് നയിച്ചുകൊണ്ടിരുന്നത്. അവരുടെയൊക്കെ ജീവിതത്തെ താറുമാറാക്കി ഇവന്മാർ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവന്മാർ രക്ഷപ്പെടൂല എന്നാണ് പറയുന്നത്. പക്ഷേ പ്രേക്ഷകൻ ചോദിക്കുന്ന പോലെ ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ 22-ാം തീയതി നടന്ന സംഭവമായി 11ാമത്തെ ദിവസമായി ഇവർ പട്ടിണി കിടന്ന് ചത്തുപോയില്ല. ഇവർക്ക് ആരൊക്കെയോ സഹായം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഒരു സംശയമുള്ളത്. പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിലേക്ക് അവർ കടന്നിട്ടുണ്ടോ എന്നുള്ളത്. കാര്യം ഇവരൊക്കെ ആ രീതിയിൽ ട്രെയിനിങ് കിട്ടിയവരാണ്. പൊതുജനങ്ങളുടെ ഇടയിൽ അവർ ഭീകരവാദികളാണ് എന്നത് മനസ്സിലാക്കാതെ അവർക്ക് ഇടപഴകി പെരുമാറാൻ കഴിയും. ദിവസങ്ങൾക്ക് മുമ്പേ എത്തിയവരാണ്. ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചതിന് ശേഷമാണ് പഹൽഗാം അവർ തിരഞ്ഞെടുത്തതും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ യുദ്ധം എപ്പോഴും കണ്ണീരും മനസമാധാനം നഷ്ടപ്പെടുത്തലും അല്ലാതെ ബാക്കിയൊന്നും ബാക്കി വെച്ചിട്ടില്ല. മാത്രമല്ല, ഒരു യുദ്ധമുണ്ടായാൽ സ്വാഭാവികമായും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. സാധനങ്ങൾക്ക് വിലയേറും, വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പം ആ സാഹചര്യം ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ അതേസമയം തന്നെ സർക്കാരിന് ചില പ്ലാനുകളുണ്ട്. അത് സർക്കാർ നിശ്ചയിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നിറവേറ്റിയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാൻ ആ അർത്ഥത്തിൽ ആശങ്കയിലുമാണ്. ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പാകിസ്ഥാൻ ഒരു പിടിയുമില്ല എന്നുള്ളതാണ്. ചില വിവരങ്ങൾ നമ്മുടെയൊക്കെ റിപ്പോർട്ടർമാർക്ക് അതിർത്തികളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ആ വിവരങ്ങൾ മിലിറ്ററിയുടെ നേരത്തെയുള്ള മുന്നറിയിപ്പുകളുണ്ട്. പട്ടാളത്തിൻ്റെ ഡിപ്ലോയ്മെൻറ്റിനെ കുറിച്ചോ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളോ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കരുത് എന്നാണ് നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശവും.